Hi, hello, welcome to Vatamesha Podcast Media into the depths, and it's me RJ Mehro. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ഗീതു. ഗീതു, ഓ നമ്മൾ ഇന്ന് വട്ടമേശയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതെ അതെ, അതായത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവരെ കുറിച്ചിട്ടല്ല നമ്മൾ സംസാരിക്കണേ. എന്താണ് ഈ ടോപ്പിക്ക്, ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്താണ് ഈ ഒരു സംഭവം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ വട്ടമേശയിൽ ഈ ഒരു ടോപ്പിക് എടുക്കുന്നത്. അപ്പോൾ ആ ടോപ്പിക്കാണ് സെക്ഷുവാലിറ്റി. അതെ, തീർച്ചയായും മെഹ്റു. നമ്മളിപ്പം ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്, സുന്ദരമായൊരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ലോകം തരുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ തരുന്ന ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. അതിന് ഒരു സെക്ഷുവാലിറ്റിയുടെയോ അല്ലെങ്കിൽ നമ്മളൊരു ഐഡൻറ്റിറ്റിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു കളർഫുൾ വേൾഡിലാണ്, പക്ഷെ ഇപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിന്തയിൽ ജീവിക്കാനാണ് പലർക്കും ഇഷ്ടം. മിക്കപ്പോഴും അതൊരു അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഞാൻ ഇങ്ങനെയാണ്, സൊസൈറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ ആവണം, അതെ, ഇങ്ങനെ ആയിരിക്കണം, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കണം, അല്ലാത്തവരൊക്കെ മോശം ആളുകളാണ്, അവരൊന്നും ഈ സമൂഹത്തിന് പറ്റിയ ആളുകളല്ല എന്നുള്ളത്. ശരിക്കും തുടക്കത്തിൽ ഗീതു പറഞ്ഞ പോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ളൊരു അവകാശം ഭൂമിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സെക്ഷുവാലിറ്റിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഒരു ടേമാണ് ഹെട്രോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അതൊരു കോമൺ ആണ്. ഈ ഹെട്രോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഹെട്രോസെക്ഷുവാലിറ്റി. അത് കോമൺ ആണ്. ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കൂടി പോകാനാണ് നിർബന്ധിതരാവുന്നത് പലപ്പോഴും ആൾക്കാർ. ഇപ്പം നമ്മുടെ സമൂഹം, ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നത് ഹെട്രോസെക്ഷൽസിനെയാണ്. ഒരു ആണും പെണ്ണും കപ്പിളായിട്ട് അവർക്ക് ജീവിക്കാം, അവർക്ക് കുട്ടികൾ ഉണ്ടാവാം. അപ്പോൾ അവർക്ക് സമൂഹത്തിൽ ഹായ് യു ആർ ദി കപ്പിൾസ്, നിങ്ങളാണ് ഫാമിലി എന്നുള്ളൊരു അക്സെപ്റ്റൻസ് നമുക്ക് കിട്ടുന്നത് ഹെട്രോ കപ്പിൾസിനാണ് എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു. എല്ലാവരും അങ്ങനെ പറയുന്നു എന്നല്ല കേട്ടോ പറയുന്നത്. ശരിക്കും ഇത് നമുക്ക് നമ്മൾ ഈ എന്താ പറയുക, നമ്മളുടെ ഹ്യൂമൻ്റെ ഒറിജിൻ തേടി പോവുകയാണെങ്കിൽ ശരിക്കും നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അതൊക്കെ വിട്ടിട്ട് എപ്പോഴെന്താണോ ഉള്ളത് ആ ഒരു രീതിയിൽ തന്നെ പോയാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കാം. ഇപ്പം ഈ പറയുന്ന ആളുകളുണ്ടല്ലോ, ഇപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് കുറേ നോക്കിയാലും കമൻറ്റ് ബോക്സുകൾ കാണുമ്പം അതിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും, ഈ പറഞ്ഞ പോലെ കുറച്ച് 40+ ആയ 50+ ആയ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ, അതായത് 20s ആയിക്കോട്ടെ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ഇതെന്താണെന്ന് മനസ്സിലാക്കാതെ, അവരുടെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കാതെ അവരിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വേറൊരാൾക്ക് ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ അത് മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയല്ലേ. ശരിയാണ്. ശരിക്കും ഈ ഒരു ടേം ഇത് മാത്രമേ ഹെട്രോസെക്ഷുവാലിറ്റി മാത്രമല്ല, ഇതിനോട് റിലേറ്റ് ചെയ്ത ഒരുപാട് ടേംസ് ഉണ്ട്. ശരിക്കും ആ ടേംസ് എന്താണ് എന്ന് വ്യക്തമാക്കാനാണ് നമ്മൾ ഇപ്പം ഇന്നിവിടെ ഇരിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കായാലും ചില ആളുകൾക്ക് കമൻറ്റ് ബോക്സ് കാണുമ്പോൾ തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് പറയുന്നത്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളൊരു കാര്യം പറയുമ്പം അതെന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മുടെ ചുറ്റുമുള്ളവരും മനസ്സിലാക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ആ ടേംസ് കുറച്ചുകൂടി ഒന്ന് ഫെമിലിയർ ആവാനായിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അതെ, അതിൽ സെക്കൻഡ് ഒരു ടേം വരാണ് ഹോമോസെക്ഷുവാലിറ്റി. അതിനെക്കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അതായത് സെയിം ജെൻഡറിനോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ, അതായത് ഗേ കപ്പിൾസ് എന്ന് പറയാം. അതായത് മെൻ ടു മെൻ അട്രാക്ഷൻ ആണെങ്കിൽ ഗേ കപ്പിൾസ് എന്ന് പറയാം, അല്ലെങ്കിൽ വുമൺ ടു വുമൺ അല്ലെങ്കിൽ ഗേൾസ് തമ്മിൽ അട്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ ലെസ്ബിയൻ കപ്പിൾസ് എന്ന് പറയും. ശരിക്കും അത് എയ്തർ നമുക്കൊരു ഫിസിക്കൽ ടേമിലോട്ട് പോകുന്നതിനുപരി അവർ തമ്മിലുള്ള മെൻ്റൽ കണക്ഷൻ, എല്ലാ റിലേഷനും വേണ്ടത് ഒരു മെൻ്റലി ഇമോഷണലി കണക്ഷനാണ് ബേസിക്കലി നമുക്ക് വേണ്ടത്. അത് അവരോട് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കില്ല. ഇപ്പം ഹെട്രോസെക്ഷലിന് തോന്നുന്ന ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകൾക്ക് തോന്നുന്നത്. അതായത് എനിക്കൊരാളെ ഇഷ്ടമാണ്, ആളെ ഞാൻ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു ഫീലിംഗ് തന്നെയാണ് അവർക്കുള്ളത്. അപ്പം ഇതിൽ സെക്ഷുവാലിറ്റിയുടെ അല്ല, നമ്മളൊരു മനുഷ്യനെ വേറൊരാൾ പ്രണയിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ശരിക്കും എനിക്ക് തോന്നുന്നു ടീനേജൊക്കെ എത്തുമ്പോഴാണ് ഈ ഒരു കൺഫ്യൂഷൻ കൂടുതലും കുട്ടികളിൽ അല്ലെങ്കിൽ മനുഷ്യരിൽ ഉണ്ടാവുന്നത്. ശരിക്കും എന്താണ് ഞാൻ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളൊരു സംഭവം ടീനേജ് എത്തുമ്പോൾ മുതലുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ മേ ബി ഇപ്പോൾ ടീനേജിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കും അല്ലാത്തവർക്കും ഉപകാരപ്പെടുന്നൊരു സെഷനായിട്ട് മാറാം. ഇപ്പോൾ ഈ ഹെട്രോസെക്ഷൽ ഹോമോസെക്ഷൽ പറഞ്ഞു, ഇത് രണ്ടും യോജിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അതാണ് ബൈസെക്ഷൽ എന്ന് പറയുന്നത്. ഈ ബൈസെക്ഷൽ എന്ന് പറയുമ്പോൾ സെയിം
ഒരു ആണിനോടും സെയിം ഒരു പെണ്ണിനോടും തോന്നുന്നൊരു ഇഷ്ടം. ലൈക്ക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന പോലെ നമുക്ക് ആരോട് വേണമെങ്കിലും അട്രാക്ഷൻ തോന്നാം. ചിലപ്പം ഒരു മെന്നിനോട് തോന്നാം, ചിലപ്പോൾ ഒരു വുമണിനോട് തോന്നാം. ചിലപ്പം ചില ആളുകൾ എനിക്ക് ആളുമായിട്ട് എൻ്റെ പാർട്ട്ണറാണ്, എൻ്റെ സോൾമേറ്റ് ആണെന്നൊക്കെ തോന്നി ആളായിട്ട് ചിലപ്പോൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ ചിലപ്പോൾ സ്ത്രീയായിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് പിക്ക് ഔട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ഇവര് എന്നുള്ളൊരു സാധനം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ശരിക്കും അവരുടെ ലൈഫിലോ ആ ഒരു ബുദ്ധിമുട്ട് ശരിക്കും ഉണ്ടാവും. മേ ബി അയാളൊരു മാരീഡ് ആണ്, അല്ലെങ്കിൽ അവനോ അവളോ ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുകയാണെങ്കിലും ഇങ്ങനൊരു സംഭവം അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മളുടെ ആക്ട്രസിൻ്റെ പേര് മറന്നുപോയി, ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് ഈ ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇത് മനസ്സിലാക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു മെഹ്റു, ഇപ്പം അറിയാതെ പോകുന്ന ആളുകളുണ്ടാവുമല്ലോ. ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഫാമിലി ഒരു കല്യാണം നിശ്ചയിച്ചു, അപ്പം ആളുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പായി പിന്നെ കുട്ടികളായി ഒരു ഫാമിലി ആയിട്ടുണ്ടെങ്കിൽ ബൈസെക്ഷൽ ആയിരുന്നെങ്കിൽ കൂടി അറിയാതെ പോയ ആളുകളുണ്ടാവും. ഒരുപാട് ആൾക്കാരുണ്ടാവും. ജസ്റ്റ് പക്ഷേ ഫാമിലിയുടെയും സൊസൈറ്റിയുടെയും ഒരു പ്രഷർ കൊണ്ടിട്ട് ലൈഫ് ജീവിച്ചു തീർക്കുന്ന ആൾക്കാരായിരിക്കും മേ ബി ഉണ്ടാവുക. അതുപോലെ തന്നെ അധികം ആരും ഡിസ്കസ് ചെയ്യാത്ത ഒരു ടേമാണ് പാൻ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു സ്ത്രീയോട് ചിലപ്പോൾ അട്രാക്ഷൻ തോന്നാം, ഒരു പുരുഷനോട് അട്രാക്ഷൻ തോന്നാം, ട്രാൻസ്ജെൻഡേഴ്സിനോട് തോന്നാം, ക്യൂർ വ്യക്തികളോട് തോന്നാം. അങ്ങനെയുള്ളൊരു ഇത് നമ്മളധികം കേട്ടിട്ടില്ല അല്ലേ? ഇല്ല. അപ്പോൾ ഈ പാൻസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ചില സമയത്ത് ഈ ബൈസെക്ഷലായിട്ട് കൺഫ്യൂഷൻ ആവാനായിട്ട് നമുക്ക് ചിലപ്പോൾ സാധ്യതയുണ്ട്. കാരണം എല്ലാവരോടും ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ടല്ലോ. അതായത് ബൈസെക്ഷൽ എന്ന് പറയുമ്പോൾ ആണിനോടും പെണ്ണിനോടും ഈക്വലി തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവർക്ക് ആ റിലേഷൻ വൺസ് ഒരാളോട് തോന്നിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്തു പോകാൻ അവർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടൊരു ടേം വരുന്നുണ്ട്, എസെക്ഷാലിറ്റി എന്നാണ് പറയുന്നത്. എസെക്ഷാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം പ്രത്യേകിച്ച് ഒരു സെക്ഷൽ ഫീലിങ്സ് ഒന്നും ആരുടെ അടുത്തും ഉണ്ടാവില്ല. പക്ഷേ ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കും. പക്ഷെ ചില ആളുകൾ തീരെ റൊമാൻറ്റിക് അല്ലാത്ത ആളുകളുണ്ട്. അത് ചിലപ്പോൾ ആളുകളെ വേരി ചെയ്തിരിക്കും. അപ്പം ഒരാൾ എസെക്ഷലാണെന്ന് വിചാരിച്ച് തീരെ റൊമാൻറ്റിക് അല്ല എന്ന് പറയാനും പറ്റില്ല. ചില ആളുകൾ റൊമാൻറ്റിക് അല്ലാത്തൊരു പ്രകൃതവും കാണിക്കാറുണ്ട്. ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു വിഭാഗമുണ്ട്, ഗ്രേ സെക്ഷുവാലിറ്റി എന്ന് പറയും. അത് ഈ സെക്ഷുവാലിറ്റിയുടെ ഒരു സ്പെക്ട്രമാണ്. അതായത് സംടൈംസ് മാത്രമേ അവർക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ, സെക്ഷുവാലിറ്റിയിലോടൊരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷെ അവർക്ക് റൊമാൻറ്റിക് ആയിരിക്കും. അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും ആ വ്യക്തിയോട് കൂടുതലേറെ സംസാരിക്കാനൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കും. പക്ഷേ ആ ഒരു സെക്ഷൽ ഫീൽ അവർക്ക് ഉണ്ടാവില്ല. ചില സമയങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് മാത്രം ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഈ ഗ്രേ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അവർക്കൊരു സോൾ കണക്ഷൻ ഉണ്ടാവും, പക്ഷെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു ടേമാണ്, ചിലപ്പോൾ ഇത് നമ്മുടെ ഹെറ്ററോസെക്ഷുവാലിറ്റി ആയിട്ടൊരു കണക്ഷൻ വന്നേക്കാം എന്ന് തോന്നിക്കാം, ഡെമി സെക്ഷുവാലിറ്റി എന്ന് പറയും. അതെന്ന് വെച്ചാൽ ഒരു വ്യക്തിയോട് ഡീപ്പ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വ്യക്തിയായിട്ട് ആ ഒരു സെക്ഷൽ റിലേഷൻ ഈ ആൾക്കാർക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അവരെയാണ്, അതായത് ഒരു സോൾമേറ്റ് ഓർ സംതിങ്, അത്രയും കണക്ഷൻ. അപ്പോൾ ആൾക്കാർ വിചാരിക്കും അങ്ങനെയാണല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഒരു അഡിക്ഷൻ പോലെയോ അങ്ങനെ അത്രയും കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ആ ഒരു സെക്ഷൽ ആ ഒരു ലൈഫിലേക്ക് അവർ കടക്കത്തുള്ളൂ. ക്യൂർ എന്ന് പറയുന്നത് എല്ലാവരെയും ഒരൊറ്റ കുടക്കീഴിലാണ് നമ്മൾ കാണുന്നത്. മുമ്പ് ഈ ക്യൂർ എന്ന് പറഞ്ഞ വേർഡ് പറയുമ്പോൾ അത് അത്ര അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. എന്തോ ഒരു നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൊരു വിയേർഡ് ആയിട്ടുള്ള ഒരു ടേം ആയിട്ടാണ് യൂസ് ചെയ്തതെങ്കിൽ ഇന്ന് ക്യൂർ എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റിയാണ്. ഞാൻ ക്യൂർഡ് പേഴ്സൺ ആണെന്ന് പറയുമ്പോൾ എനിക്കവിടെ ജെൻഡർ ഇല്ല, എനിക്കൊരു സെക്ഷുവാലിറ്റി ഇല്ല, പക്ഷേ ഞാൻ സ്വതന്ത്രയാണ് എന്നുള്ളൊരു ടേമിന് പകരം അവർ ഉപയോഗിക്കുന്ന വേർഡാണ് ക്യൂർ. ആവശ്യമില്ല. ഞാനൊരു അംബ്രല ടേം, ഈ ഒരു ക്യൂർ എന്ന് ഉള്ള വാക്കിൻ്റെ അടിയിൽ ഒരുപാട് കാറ്റഗറി വരുന്നുണ്ട്. നമ്മുടെ ഈ രാജ്യത്ത് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ആരോടും നമ്മൾ സെക്ഷുവാലിറ്റി ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിന്ന് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഈ ഒരു 15 മിനിറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനും കേൾക്കാനുമുണ്ട്. ടിൽ ദാൻ, ദിസ് ഈസ് ആർജെ ഗീതോ. ഇറ്റ്സ് മീ ആർജെ മെഹ്റു, സൈനിങ് ഓഫ്.